ഇന്ത്യയെ പോലൊരു രാജ്യത്ത് വിവിധ മതങ്ങൾ ഉള്ള ഒരു രാജ്യത്ത് മാനവികത എന്ന് പറയുന്നത് എല്ലാവർക്കും അവനിൽ വിശ്വസിക്കുവാനും ആ വിശ്വാസം മറ്റൊരാളെ ഹനിക്കാത്ത രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയി എല്ലാവർക്കുമുള്ള അവകാശം, തുല്യമായ അവകാശം അത് സ്ഥാപിച്ചെടുക്കുക എന്നുള്ളതാണ്. ഇന്ത്യയിലെ ഒരു പ്രത്യേകത, ഇവിടെ വിവിധ മതങ്ങൾ ഇന്ത്യയിൽ വന്നിട്ടുണ്ട്. AD 52 ക്രിസ്ത്യാനിറ്റി ഇന്ത്യയിൽ വന്നിട്ടുണ്ടെങ്കിൽ അതേ നൂറ്റാണ്ടിൽ തന്നെയാണ് ഇസ്ലാം മതവും ഇന്ത്യയിൽ വന്നിട്ടുള്ളത്. ഒരുപക്ഷെ ഇന്ന് ലോകത്ത് ഇത്രയധികം മതങ്ങൾ സാഹോദര്യത്തോട് ജീവിക്കുന്ന ഒരു രാജ്യം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കില്ല. നമ്മുടെ കേരളത്തിൻ്റെ സാമൂഹിക സാംസ്കാരിക രംഗത്ത് ഏറെ ശ്രദ്ധേയമായ ചലനം സൃഷ്ടിക്കുന്ന തരത്തിൽ ആദരണീയനായ കാന്തപുരം ഉസ്താദിന്റെ നേതൃത്വത്തിൽ കേരളത്തിലെ പ്രധാനപ്പെട്ട എല്ലാ പ്രദേശങ്ങളെയും ബന്ധിപ്പിച്ചുകൊണ്ട് നടത്തപ്പെടുന്ന കേരള യാത്ര മാനവികതയുടെ ഉണർത്തുപാട്ടായി മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് കേരള ജനത പൂർണ്ണമായി ഉൾക്കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. ഒരു നല്ല മാനവികത വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടം സംഘടിപ്പിക്കാനും മതേതരത്വം ഒരു നല്ല മുദ്രാവാക്യമായി ഉയർത്താനും കഴിയുന്ന രൂപത്തിലുള്ള പ്രവർത്തനത്തിന് നമുക്ക് ഉണർത്തുപാട്ടിൽ സഹകരിക്കാം. ഇത്രയും നല്ല ഒരു മുദ്രാവാക്യം ഇവിടുത്തെ മുസൽമാന് മാത്രമല്ല, ഹൈന്ദവർക്കും ക്രൈസ്തവർക്കും ബുദ്ധനും ജൈനനും മതമുള്ളവർക്കും മതമില്ലാത്തവർക്കും എല്ലാം സ്വീകാര്യമായ, ബുദ്ധിയുള്ളവർക്കെല്ലാം സ്വീകാര്യമായ, അനിവാര്യമായ ഒരു പ്രമേയം വേറെ ഇല്ല എന്ന് തന്നെ പറയണം. കാരണം മനുഷ്യൻ മാത്രമാണ് ബുദ്ധി നൽകപ്പെട്ട, ചിന്തയും ബുദ്ധിയും നൽകപ്പെട്ട ദൃശ്യമായ ജീവികൾ. മനുഷ്യരല്ലാത്ത മറ്റു നാം കാണുന്ന എല്ലാ ജീവികളും മനുഷ്യരുമായി വ്യത്യാസമുണ്ട്, മനുഷ്യർ അതുമായി വ്യത്യാസമുണ്ട്. വലഖദ് കറംനാ ബനി ആദം,
ഖുർആൻ വാക്യം നമ്മെ പഠിപ്പിക്കുന്നു, ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെയും തന്റെ സന്താന സന്തതികളെയും നാം പ്രത്യേകമായി ബഹുമാനിച്ചിരിക്കുന്നു. അത് പലതുകൊണ്ടും ഉണ്ടെങ്കിലും ഏറ്റവും പ്രധാനമായത് ചിന്തയും ബുദ്ധിയും കൊണ്ട് തന്നെയാണ്. അഖ്ല്, ഒന്നിൽ നിന്ന് മറ്റൊന്ന് ചിന്തിച്ചെടുക്കാനുള്ള അഖ്ല്, വിവേക ശക്തി, ഇതെല്ലാം മനുഷ്യന്